ഞാൻ അടുത്ത കാലത്ത് പോലും ഈ സൗദി അറേബ്യ എയർലൈൻസിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ സൗദി അറേബ്യയിലാണ് സാധാരണ ഞങ്ങളൊക്കെ ഹജ്ജിന് പോകുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പൊ സൗദി അറേബ്യ എയർലൈൻസ് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് റിവോയെ കാണുന്ന അടിസ്ഥാനത്തിലാണ് തീയതികൾ കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല അവർ പ്രത്യേകം ഉറപ്പുകയും ചെയ്യുന്നുണ്ട്. എന്തില്ല, ഉമ്മുൽ ഖുറ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുന്നതല്ല. എന്താ ഉമ്മുൽ ഖുറ കലണ്ടർ? സൗദി അറേബ്യ കലണ്ടറാണ്. ഇപ്പൊ സൗദി അറേബ്യ സ്വീകരിക്കുന്ന കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ സൗദി എയർലൈൻസിൽ പോലും ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു അടിസ്ഥാനത്തിന്റെ കാരണം എന്താ? ഓരോ മാസവും ആ മാസത്തിന്റെ ആദ്യ ദിവസത്തിലെ അസ്തമയ സമയത്തുള്ള ചന്ദ്രക്കല നഗ്ന ദൃശ്യങ്ങൾ കൊണ്ട് കണ്ടതിന് ശേഷം മാത്രമേ മാസം ആരംഭിക്കാൻ പാടുള്ളൂ എന്നതാണ് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള കക്ഷിഭേദമന്യുള്ള വാദം. എന്നാൽ ഈ ചന്ദ്രക്കലയെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ലോകകാലത്തിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് മാത്രമേ നമ്മൾ കണ്ടോ അന്വേഷിക്കാറുള്ളൂ. ഇതൊന്ന് താങ്കൾ നമുക്ക് വീട് വേണമെങ്കിൽ നമ്മളെ കണ്ടിട്ടേ വേദോത്തമത്തിൽ അശ്വത്തിലുള്ളത്. പക്ഷെ നമ്മുടെ വിവാദങ്ങൾ തുടങ്ങേണ്ട മർമ്മപ്രധാനമായിട്ടുള്ള ചന്ദ്രക്കല കണ്ടതിന് ശേഷം മാത്രമേ മാസം ആരംഭിക്കാൻ പാടുള്ള മുസ്ലിങ്ങൾ ശക്തമായി പഠിക്കുമ്പോഴും അതാണ് കാണുന്നത്. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ ആരുടെയും ഇന്നലത്തെ അരിമണിപ്പാൻ പറഞ്ഞത് വളരെ മർമ്മപ്രധാനമായി പറഞ്ഞു. മുസ്ലിങ്ങളുടെ ഒരു പൊതു സ്വഭാവം ആരെങ്കിലും ഒരാൾക്ക് അടിമയായിക്കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരാൾ പിൻപറ്റണം. ഒന്നിനും സംഘടനയുടെ അടിമയാക്കട്ടെങ്കിൽ ഏതെങ്കിലും വിദ്യാർത്ഥി അടിമയാകണം. അങ്ങനെ ആരെങ്കിലും ഒരാൾക്ക് അടിമയായിക്കൊണ്ടതാണ് സ്വതന്ത്രമായി ബുദ്ധി ചിന്തിച്ച് ഒരു കാര്യം ചെയ്യുന്നുള്ള ആഗ്രഹം തന്നെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു വരുന്നു. അല്ലാത്ത ഒരു പോയിന്റ് എനിക്ക് ചോദിച്ചു ശരിയാണ്. കാരണം ഏറ്റവും നിങ്ങൾക്ക് ഒരു കാര്യം ഒരാൾ പറഞ്ഞു തന്ന് ബോധ്യപ്പെട്ടു തന്നാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോഴും നമ്മൾ പറയും ഞാൻ മാത്രം തീരുമാനിക്കാൻ പറ്റും, ഞാൻ വെച്ചുള്ള പാർട്ടിക്ക് തീരുമാനിക്കുകയോ, ഞാൻ വെച്ചുള്ള മഹലിനെ തീരുമാനിക്കുകയോ, ഞാൻ വെച്ചുള്ള പ്രദേശത്തെ ഭാവി പറയാൻ കഴിയണം. അതായത് അവരിൽ പറയുമ്പോൾ അവരിൽ ചെയ്യുന്നുണ്ടോ നമ്മൾ അവിടുത്തെ കണ്ടിട്ടില്ല. അവരാരെങ്കിലും മാസനിർണയത്തിന്റെ മാനദണ്ഡമായി ശക്തമായി വാദിക്കുന്ന ചന്ദ്രക്കലയുടെ അസ്തമയം കാണാൻ എന്തെങ്കിലും പോയിട്ടുണ്ടോ? നമ്മൾ വിളിച്ചു കൊണ്ടുപോകണം. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? ആരാണോ ഇത് കാണാൻ വേണ്ടി ഇവരാണ് ഇത് ഉറപ്പിച്ചു തരേണ്ടതെന്ന് പ്രതീക്ഷിക്കുന്ന സമൂഹം, ആ സമൂഹത്തോടുള്ള പത്രത്തിലൂടെയും റേഡിയോയിലൂടെ അനർത്തിയാണ് നിങ്ങൾ കണ്ടാൽ നിങ്ങളായിരിക്കുക. ആർക്ക് കാണുന്നത്? നമ്മൾ പറയുന്നത് കാലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെക്രട്ടറിയോ പറയുന്നത്. കമ്മ്യൂണിറ്റി സെക്രട്ടറി പറയുന്നതാ നിങ്ങൾ കണ്ടാൽ ഞങ്ങളോട് പറയുക. അപ്പോൾ ആരെപ്പോഴും കാണേണ്ടത്? ഈ ഒരു സാമാന്യ ചിന്ത പോലും നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു വരും. എന്നിട്ട് കണ്ട് ഞാൻ കണ്ടു, ഞാൻ പോയി പറഞ്ഞു. ഈ കണ്ട എനിക്ക് ഉറപ്പില്ല എന്ത്, എനിക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ വിവാദിക്കാൻ പറ്റില്ല. പക്ഷോ ഞാൻ കണ്ടത് കാണാൻ നിർബന്ധമാണ്, കണ്ടത് ഞാനാണ്. എനിക്ക് നിർബന്ധമായിട്ടും എനിക്ക് വിവാദിക്കാൻ പറ്റില്ല. എന്നെന്ത് വേണം? കാണാത്ത ഒരാളെ അംഗീകരിക്കുന്നു. ആർക്കും കാണാത്ത ഒരാൾക്ക് ഞാൻ പോയി പറഞ്ഞാൽ അയാൾ ചോദിക്കുന്നത് എന്താണ്? കണ്ടുകൂടാ, അവിടെ കണ്ടു, എത്ര സെക്കൻഡ് കണ്ടതല്ല, എനിക്ക് കഴിവുകൾ ഈ കഴിവുകളാണെങ്കിൽ ഞാനൊരു കാണുന്നു. ഇൻഷുറൻസ് കണ്ടായിട്ട് പറഞ്ഞാൽ അതിനൊരു ദുർബലമായ അതിന്റെ കഴിവ്. ഒരാളെ സാക്ഷി പറയാൻ വന്നാൽ, ഒരു ആക്സിഡന്റിന് സാക്ഷി പറയാൻ വന്നാൽ അയാളെ നിങ്ങൾ എപ്പോ കണ്ടു, ഏത് സമയത്ത് കൊണ്ട്, നിങ്ങൾ എന്തിനാണ് പോയി, നിങ്ങൾ മാത്രമാണ് വന്നത്, ഇതെല്ലാം കഴിക്കുന്നത് അത് നടത്താതെ അന്വേഷിക്കുന്ന ആൾക്കറിയാം.
ഇത് എങ്ങനെ കണ്ടാലാണ് ശരിയാവുക? അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത ഒരാളാണെന്നുള്ളത് ചോദിക്കുന്നതല്ലേ? അയാളാണ് ഉറപ്പിക്കേണ്ടത്. ഞാൻ യാതൊരു വിവരമില്ലാത്തത് പറഞ്ഞത് മനഃപൂർവ്വമാണ്, അബദ്ധത്തിൽ പറഞ്ഞത്. നിങ്ങളിത് ഉറപ്പിക്കുന്ന ആളുകൾ ചോദിച്ചു എന്താ ഒരു പറയുന്നത്? മാസപ്പിറവി കണ്ടാൽ ഞങ്ങൾ അറിയിക്കാം. മാസപ്പിറവി കാണും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മാസപ്പിറവി കാണോ? കാണാതെ കാണില്ല. ഇവര് പറയുന്ന മാസപ്പിറവി നമ്മൾ സാധനം കാണില്ല. കാണില്ല. ചന്ദ്രന്റെ ഉദയ സമയത്ത് ചന്ദ്രനും സൂര്യനും അടുത്തടുത്തായതുകൊണ്ട് കാണില്ല. പിന്നെ കാണുന്നത് എന്താ? ചന്ദ്രന്റെ അസ്തമയം. അതിനെയാണ് ഈ സമൂഹത്തിൽ എല്ലാവരും പറയുന്നത് പിറവി എന്ന് പറയുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്ന് പറയുന്നവനാണ് തെറ്റുമുട്ടിക്കാരുന്നത്. ഞാൻ അങ്ങനാണ്, മറ്റൊരാൾ പറയുന്നത് പറയണമെന്നോട് ഓരോ തെറ്റുപിടിച്ചതാണ്. ഇതാണ് ഒരു പ്രശ്നം. നിലനിൽക്കുന്ന പ്രശ്നം എന്താണ്? മാസപ്പിറവി കണ്ടാൽ അറിയിക്കുന്നതായ അബദ്ധജന്യമായ പ്രസ്താവന കേരളക്കരയിൽ നമ്മൾ സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ പറയുന്ന കേരളത്തിൽ എല്ലാ മതസംഘടനകളും പ്രസ്താവിക്കുന്നു. ഞങ്ങൾ കാണാൻ പോല കണ്ടാൽ ഞങ്ങൾ അറിയിക്കുക. എന്തുകൊണ്ടാണ് മാസപ്പിറവികളുണ്ടാകും? ഈ 3 അബദ്ധത്തിനെ ചോദ്യം ചെയ്യണമെന്നതാണ് ഈ പരിപാടിയുടെ. എന്നാൽ എന്തെല്ലാം ഇത് എപ്പോഴാണ് കാണാം? എപ്പോഴാണ് ഈ അസ്തമയ ചന്ദ്രനെ എപ്പോൾ എവിടെ വെച്ച് കണ്ടുമുട്ടാൻ സാധിക്കും എന്നൊന്ന് അറിയിച്ചു. അപ്പൊ പറയും സൂര്യാസ്തമയത്തിൽ ചക്രവാളത്തിലുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ വീണ്ടും ഒരു ചോദ്യം, സൂര്യാസ്തമയത്തിൽ ചക്രവാളത്തിലുണ്ട് എന്താ കാണോ? അപ്പൊ വീണ്ടും എന്താ കാണില്ല ആണോ? ശാസ്ത്രം പഠിച്ച ആളുകൾക്ക് അതിന്റെ അടിസ്ഥാന കാര്യം പഠിച്ച ആളുകൾ തരാൻ ഒരു സാധനം ഉണ്ടേ എന്നതുകൊണ്ട് മാത്രം കാണില്ല. അതുകൊണ്ട് എവിടെയോ അവനേക്ക് എവിടെയോ ഇല്ലല്ലോ, ഉണ്ടേ എന്നത് സത്യമാണ്. പക്ഷേ ഇവിടെ കാണുന്നില്ല. കാഴ്ചയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഇനി കണ്ടു എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അന്വേഷിക്കേണ്ടത് കാണണമെങ്കിൽ സൂര്യാസ്തമയത്തിൽ ചക്രവാളത്തിൽ ഉണ്ടായാൽ മതിയോ? അപ്പൊ പറഞ്ഞു അതിലും ഒന്നില്ല, ഒരു ഏകീകൃതമായ തീരുമാനമില്ല. ശാസ്ത്രം പറയുന്നത് ഏറെക്കുറെ 48 മിനിറ്റ് അറിയിക്കുക. എന്നാൽ തന്നെ കണ്ടുകൊള്ളുന്നില്ല, പക്ഷെ കാണാനുള്ള സാധ്യതയുണ്ട്. കണ്ടു ആരെങ്കിലും കണ്ടാൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അസ്തമയ ചന്ദ്രനെ തന്നെയാണ് കണ്ടിട്ടുള്ളത് വിശ്വസിക്കാം എന്നാ പറയുന്നത്. എന്നാൽ നമ്മുടെ കേരളക്കരയിൽ കണ്ട നീറ്റുകൾ കണ്ടിട്ട് 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്. ഈ 1 മിനിറ്റിലും 2 മിനിറ്റിലും 3 മിനിറ്റിലും കണ്ട കാരണം ഇക്കഴിഞ്ഞ ചൊവ്വാഴ 15 മിനിറ്റിലും കണ്ടില്ല. പ്രാരംഭത്തിൽ 15 മിനിറ്റിലും ആളില്ല. എന്നിട്ട് പറഞ്ഞു ഇത് തുടർന്നു. പക്ഷേ ആ പറഞ്ഞ ആളുകൾ നോക്കില്ല, ഊഹമല്ല, അവരുടെ നാവുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ കോഴികൾ പറഞ്ഞു നവോത്ഥാന രംഗത്ത് ആളുകൾ ചെയ്യുകയും അതാണ് പറയാതിരിക്കാൻ പറ്റില്ല. അത് അതിന്റെ ഉള്ളിൽ പറയാൻ പറ്റുന്നതിനുള്ള പുറത്തു പറയുന്നത് ഇതിനായിട്ട് അള്ളാന്റെ മുമ്പിൽ നാളെ നിൽക്കുമ്പോൾ നിർവഹിച്ചു പോരാ. ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയെ സംസ്ഥാന മെമ്പറായിരുന്നു. അവിടെ എത്തില്ല. അവർ പഠിച്ചത് യൗവനാണ് സംരക്ഷിക്കും ദിനത്തിൽ ചെയ്യാണ്. അപ്പൊ നമ്മൾ സത്യം പറയണം. ഉള്ള എന്ത് മാനദണ്ഡപ്രകാരം മാസം തുടങ്ങിക്കോ. പക്ഷെ ആ സാധനം കാണാനെങ്കിൽ തുടങ്ങിയ സത്യം. ആ സാധനം എപ്പോൾ കാണുമെന്ന് പറയാനുള്ള സാമാന്യ ബോധപ്പോണ്ടേ അപ്പൊ 48 മിനിറ്റ് ഞാൻ വിശദീകരിക്കുന്നത് പഠനമേ ചെയ്തു. ശാസ്ത്രീയമായി പറഞ്ഞല്ല, ഞങ്ങൾ സാഹിത്യത്തെയും കണക്കിനെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ശാസ്ത്രത്തെയും മനസ്സിനെയും യോജിപ്പിക്കുന്ന രീതിയാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് നല്ലത്. എന്നാൽ എന്താണ് സയൻസിനെയും ശാസ്ത്രത്തെയും രണ്ടിലുമില്ല. കാരണം എന്തെല്ലാം ഒരിക്കൽ പോലും ഈ അസ്തമയ ചന്ദ്രനെ കണ്ടിട്ട്
മാസം തുടങ്ങിയിട്ടില്ല. അപ്പൊ മതത്തിലായിട്ട് ഇമ്പല്ല. പിന്നെ ലോകത്ത് കണ്ണുള്ള മനുഷ്യന് 48 മിനിറ്റിന് താഴെ തന്നെ ആത്മീയവും കണ്ടു. അപ്പൊ ശാസ്ത്രമില്ല ഉണ്ടോ? കണ്ടില്ല. കാരണം എല്ലാവരും നമ്മളോട് പറയും അകത്ത് ഭാഷയെ പറ്റി പറയുമ്പോൾ അതിന്റെ ഡിക്ഷണറി എടുക്കണം, അതിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കണം. എന്നാൽ ശാസ്ത്രത്തെ പറ്റി പറയുമ്പോൾ ആരാ പറയുന്നത്? ശാസ്ത്രജ്ഞന്മാരല്ലേ. അതിനെപ്പറ്റി നമുക്ക് 15 മിനിറ്റ് കണ്ണൂർ വരട്ടിയുള്ള ഞങ്ങളുടെ കാവ്യ പറഞ്ഞു. ഇത് കാണണമോ? ഒരു സാമുദായിക പ്രശ്നം ഉണ്ടാകുന്നതിന് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാകേ. എന്നാ ഒരു പറയും അത് വേറെ എന്തെങ്കിലും കണ്ടതായിരുന്നു. ഇപ്പൊ ജാമ്യ നദിയിൽ നടന്ന ഒരു പരിപാടിയിൽ ഏരിയ കിട്ടാത്ത പോലെ പറഞ്ഞു. കണ്ണൂർ പറഞ്ഞു എന്താ കണ്ടേ? കടപ്പുറത്ത് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് എന്റെ ചെറുപ്പകാലത്ത് മാസം എന്റെ വീടിന്റെ വീഡിയോ ആണ് കണ്ടത്. എന്താണ് അപ്പൊ ഈ കടപ്പുറത്ത് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഓർമ്മ പറഞ്ഞു. പക്ഷെ അത് ഉറപ്പിച്ചു കൊടുക്കാനല്ല അല്ലേ? അതാണ് ഈ സമൂഹം വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു വലിയ നേതൃത്വമാണ്. ആ പീഡിക്ക് ഇല്ലാതെ വരുന്നത് ആ പീഡിക്ക് ഇല്ലാതെ വരുന്നതാണ്. ഇനി നോക്കൂ, ഈ സാധനം ഉണ്ടായാൽ മതി കാണുന്നവർക്ക് ഇപ്പൊ കുറച്ചുകൂടെ. എന്നിട്ട് പോലും എന്ത് സംഭവിക്കും? ഇക്കഴിഞ്ഞ കോഴിക്കോട് പരിപാടിയുണ്ട്. ചൊവ്വാലിന്റെ പിന്നെ പെരുന്നാൾ ചൊവ്വാഴ്ചയുടെ പെരുന്നാളാണോ ബുധനാഴ്ചയുടെ പെരുന്നാളാണോ ചെയ്യുന്നത്? അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി കണ്ടത് പല സംഘടനകളും പണ്ഡിതന്മാർ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചൊവ്വാഴ്ചയുടെ പെരുന്നാളാണ്, നിങ്ങൾ ബുധനാഴ്ചയാണ് പെരുന്നാൾ നമ്മൾ സ്ഥാപിക്കുന്നത്, ചൊവ്വാഴ്ചയാണ് പെരുന്നാൾ ഞങ്ങൾ സ്ഥാപിക്കുന്നത്. അപ്പൊ പറഞ്ഞു ചൊവ്വാഴ്ച ചൊവ്വാഴ്ചെല്ലാം പറഞ്ഞുകൂടാ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അത് ചൊവ്വാഴ്ച പറഞ്ഞില്ല? അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോലെ എല്ലാവർക്കും തീരുമാനിക്കാൻ ഞാൻ മാത്രം പറഞ്ഞാലേ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുക, പിന്നെയും ഒറ്റപ്പെട്ടു പോകും. ഒരു ഊഹമോ വ്യക്തിയല്ല, ആളെ പേര് കാര്യം പറയില്ല. വിജയം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ കണ്ടിട്ടുണ്ടാണല്ലോ ഉറപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് കാരണം ഒരു 18,000 ആൾക്കാരെ പോകാം നേതാവ് ആരും മേഖലയിൽ. അപ്പൊ പുറത്തെങ്ങോട്ട് വിചാരിച്ച സത്യം വലത്തോട്ടാണ് ഇടത്തോട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹം സത്യം പറയുന്നെങ്കിലും ഒട്ടടുത്തുള്ള ഏറ്റവും അടുത്താണ് പറഞ്ഞത് അല്ലെ നമ്മുടെ ഇടത്തോട്ടാണോ വലത്തോട്ടാണ് ചെയ്യുന്നത്. ഈ ഘോഷയാത്രയ്ക്ക് അദ്ദേഹം പറഞ്ഞ ഐഡിയ പറഞ്ഞില്ല. തൽക്കാലം ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യാം. അഥവാ എക്സ്പോർട്ടാണ് ചെയ്യണമെങ്കിൽ ഈ 2,000 ആൾക്കാരുള്ളത് ഉണ്ടാകുമോ? ഉണ്ടാകുമല്ലോ. അങ്ങനെ എക്സ്പോർട്ട് ഇവരെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ബാക്കിൽ ആളുകൾക്ക് സംശയം നേതാവുകളുടെ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഘോഷയാത്ര പോയിട്ട് വഴി എക്സ്പോർട്ടല്ലേ. അപ്പൊ അണികളും ചെയ്തു ആദ്യം വർത്തമാനം പറഞ്ഞെങ്കിലും അതെന്തെങ്കിലും ആശാസത്തിൽ ഏർപ്പെടു ചെയ്യാം. ഇതാണ് ഇത് ഒരു വിജയത്തില്ല, പല വിജയം. നിങ്ങൾ അന്വേഷിച്ചിറങ്ങിയ ബോധ്യപ്പെടും. ഞാനിവിടെ വെറുതെ പറയില്ല, ഞാൻ അന്വേഷിച്ചിറങ്ങിയാണ് 6 വർഷം. 6 വർഷം ഞാൻ അന്വേഷിച്ചിറങ്ങിയ പലരുടെയും പഠിച്ചിരുന്നു. അബദ്ധങ്ങൾ പറഞ്ഞു, തിരുത്തങ്ങൾ പറഞ്ഞു, ശരിയല്ലാതെ പറഞ്ഞു, ചോദ്യങ്ങൾ ചോദിച്ചു, പല ന്യായങ്ങളും പണ്ടൊക്കെ നമ്മൾ പറയല്ലോ. പഠിതം ചോദിച്ചാൽ പറയും ഇപ്പൊ ഒരു ചെറിയ കിട്ടാവ് വരാണ്ട് അപ്പൊ പഠിച്ചോളാം. എല്ലാ വലിയ കിട്ടാവുകൾ കഴിഞ്ഞിട്ടും എന്തില്ല ചിലയാണ് വന്നു പോയാൽ അവസ്ഥ. അപ്പോഴാണ് നമ്മൾ ഈ വിഷയം നമ്മൾ തന്നെ പഠിക്കുക. എന്തിനാ മറ്റുള്ളവരുടെ പഠിക്കുന്നത്? നമ്മുടെ പ്രശ്നത്തിൽ നമ്മൾ പരിഹാരമാണ്. കാരണം ഈ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? നമ്മുടെ ദൈവത്തിൽ അത് വേണം. നോമ്പ് അത് നഷ്ടപ്പെടും. പിന്നെ പെരുന്നാളിന് നോമ്പ് പിടിച്ചത് ഹറാമാണ്, അതും ചെയ്യരുത്. പിന്നെ ഖുർആൻ ദിവസത്തിന്റെ പവിത്രത മാറ്റുക എന്നുള്ളത് കുഫ്റാണ്. സത്യനിഷേധം മാത്രമല്ല, സിയാറത്തുൽ കുഫ്ർ സത്യനിഷേധത്തിലുള്ള വർദ്ധനവാണെന്ന് സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു.
അപ്പൊ എന്തൊക്കെ വിജയം വന്നു? കുബുർ വന്നു, ഹറാത്ത് വന്നു, ഇബാദത്ത് നഷ്ടപ്പെടുന്ന വിജയം വന്നു. ചെറിയ മക്കൾ ഈ കാര്യം ഞാനെന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു നിസ്സാര വിശേഷങ്ങളുടെ സമയമാക്കുന്നത് വേറെ പ്രശ്നം പറയേണ്ടത്. അപ്പോഴാണ് പറയുന്നത് അതിനുള്ള മറുപടിയാണ് ഇതൊരു നിസ്സാര വിഷയമല്ല. പെരുന്നാളെ അത് നോക്കുപിടിച്ചത് ഹറാമാണ്. ഈ കൊല്ലത്തെ നോക്കുപിടിച്ചത് ഹറാമായ ദിവസങ്ങളാണ്. ഞാൻ വളരെ ബഹുമാനപ്പെടാത്ത ഇക്കൊല്ലത്തെ നോക്കുപിടിച്ചത് ഹറാമായ ദിവസമാണ്. അദ്ദേഹം പറഞ്ഞത് അതേതായാലും മണിപ്പാൻ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ആ സാഹചര്യം ഞാൻ പറഞ്ഞുള്ളൂ. മുഹമ്മദ് സല്ലല്ലാഹു പറഞ്ഞ 2 പെരുന്നാളുകളുടെ ദിവസം നോമ്പ് പിടിക്കാൻ ഹറാമാണ്. ഇക്കൊല്ലത്തെ മുസ്ലിങ്ങൾ നോമ്പ് പിടിക്കാൻ പാടില്ലാത്ത ഹറാമായ ദിവസങ്ങളാണ് ചോദിച്ചു. അതിനുള്ള മണിപ്പാനുകൾ ഒരു വ്യക്തിയോട് നമുക്ക് ദേഷ്യമുണ്ടാവും. പക്ഷെ അത് ഓവറായിട്ട് വരുമല്ലോ, അതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിനെ ഈ വിഷയത്തിൽ ഇതാണെന്ന് പറയണം. പറഞ്ഞു മാസത്തിന്റെ മാനദണ്ഡം ബിലാലാണ്. മണിപ്പാൻ പറയുന്ന ന്യൂമോണാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന ന്യൂമോണാണ് ഞാൻ പറയാലോ. കലണ്ടറിൽ ന്യൂമോണിന്റെ ദിവസം തന്നെ 12 ആൾക്കാർ ഉണ്ടെന്ന് പറയുന്നു. ചക്രവാളത്തെ ഇന്ന് കേരളത്തിലെ പറയുന്നത് ബിലാലെന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയത്തിനും ചക്രവാളത്തിൽ കാണുന്ന സംഘടന പേരാണ് ബിലാൽ. ഒന്നാമത് ഇതിന് മാത്രമല്ല അതും ബിലാലാണ്. സൂര്യാസ്തമയത്തേക്കും ചക്രവാളത്തിൽ കാണാനുള്ള ഒരു നിബന്ധന അതിലേക്ക് ഇടിയാണ്. കാരണം ഇപ്പൊ പറയുന്നത് കണ്ടിട്ടിലേക്ക് തുറന്നാണ്. അപ്പൊ ഇത് മനസ്സിലായി കണ്ടിട്ടിലേക്കും ബിലാലാണ്. മുമ്പ് പറയുന്നത് കണ്ടാൽ മാത്രമല്ല കണ്ട് ശബ്ദമുയർത്തിയാലേ ബിലാലാവുള്ളൂ. അപ്പൊ ഞങ്ങൾ തന്നെ ചോദിച്ചു ഒരു ഊമയായി കാണണമെങ്കിലോ ശബ്ദമുയർത്തുന്നത് കണ്ടിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ്റുമോ? അതിന്റെ തിരിച്ചുവരെ അവർ അപ്പൊ കാണുന്നതിൽ ശബ്ദമുയർത്തുകയും കാണുന്നത് പോയി കാണണ്ടാവുന്നു ഉണ്ടായാൽ മതിയൊന്നു. അത് ചക്രവാളത്തിൽ ഉണ്ടാവുക എന്നത് നിബന്ധനയാണ്. അത് സൂര്യാസ്തമയം ശേഷം ചക്രവാളത്തിൽ ഉണ്ടാവുകയാണ് നിബന്ധനയായിട്ട്. അപ്പൊ നിബന്ധനകൾ ഓരോന്നോരോ പറയുമ്പോഴും ഈ നിബന്ധനകൾക്കെല്ലാം അടിസ്ഥാന ചോദ്യങ്ങളെ അറിയില്ല. എന്നാൽ നിങ്ങൾ നോക്കി ഡിക്ഷണറികളൊക്കെ പറയുന്നത് ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത് ഇതാന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലെ ആദ്യത്തെ 7 ദിവസത്തിലും അവസാനത്തെ 7 ദിവസത്തെ ചന്ദ്രകലകൾക്കുമുള്ള പേരാണ് ഇതാണ്. ഇത് ഈ അടുത്ത് കരുതിയൊരു പുസ്തകമാണ്. ബഹുമാനായ അബ്ദുൽ ഹമീദ് മക്കി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അദ്ദേഹം പറയുന്നത് ഇതിന്റെ പേജ് 22-ാമത്തെ പേജ് നോട്ട് വായിച്ചിട്ടുണ്ട്. ഈ വിജയത്തിന്റെ ഒരു പഠനത്തിനായിട്ട് പറയാൻ അദ്ദേഹം പറയുന്നത് ഇതാണ് പേജ് 22-ാമത്തെ പേജ്. ഇതാണ് എന്നാൽ മാസാരംഭത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രകലയുടെ പേരാണ്. അല്ലെങ്കിൽ മാസാരംഭത്തിലെ ആദ്യത്തെ 2 ദിവസം, അല്ലെങ്കിൽ 3 ദിവസം, അതുമല്ലെങ്കിൽ 7 ദിവസം. പിന്നെ മാസാവസാനത്തിലെ 2 ദിവസത്തെ ചന്ദ്രനും 2 ദിവസങ്ങളിലെ ചന്ദ്രനും ഇലാതെന്ന് പറയുന്നു. മറ്റു ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രനെ കമർ എന്നാണ് പറയുക. ആ മുഖ്യമന്ത്രി ഇപ്പോ ഇത് ഞാൻ നമ്മളെ എതിർത്ത് വിമർശിച്ച പുസ്തകമായതാണ് ആ പുസ്തകം. ഇത് നോക്കാം, നോക്കാം, മുമ്പുള്ള പഠിച്ചിട്ട് മാറ്റമൊന്നും വായിച്ചില്ല. അതിന്റെ പുസ്തകങ്ങൾ വായിച്ചു. ഞാൻ പറയുന്നത് അപ്പൊ ഇലാന്ന് പറഞ്ഞാൽ എന്താണ് ആ തീരുമാനിക്കുന്നത്. കാരണം ഇപ്പോ ഒരൊറ്റ മർമ്മത്തിലടിച്ചത് ഒക്കെ കുറേ ക്ലിയറായി. ഒരൊറ്റ മർമ്മത്തിലടിച്ചത് എന്താണ് ഹിജിരി കമ്മിറ്റി ജനങ്ങളോട് പറയുന്നത് മാസമാറ്റത്തിന്റെ മാനദണ്ഡം ജൂണാണ്. ഇസ്ലാം പറയുന്നത് ഇലാലാണ്. മാസാവസാനത്തിന്റെ 2 ദിവസത്തിൽ ചന്ദ്രനെ കണ്ടെഴുതിക്കൊണ്ട്
ഞാൻ കോഴിക്കോട് ചോദിച്ചു. ആ പരിപാടി കഴിയുന്നത് ഒരു മറുപടി ഉണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞിട്ട് കാറ്റർ ഇറങ്ങിയപ്പോൾ ഒരു മറുപടിയുടെ ക്രിസ്റ്റി കൂടെ കൊടുത്തിട്ട് ഇപ്പൊ കാറ്റർ ഇറങ്ങി. അതതിന്റെ പഠിക്കുമ്പോൾ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ നമ്മുടെ വിഷയമല്ല. ആരെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് എന്തേ ഉള്ളൂ, ചന്ദ്രമാസം ഇല്ലാതെ തന്നെ ആരംഭിക്കുന്നത് ജനങ്ങളോട് പറയാം. നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും സ്വീകരിക്കാം, തള്ളിക്കളയാൻ ശ്രമിക്കാം. അത് നമ്മൾ പറഞ്ഞാൽ ആരെയും നിർബന്ധിക്കുന്ന വിഷയമില്ല. ആരും ഉപ്പുള്ളോ മറ്റേ അല്ലെങ്കിൽ ആറാമോ അല്ലെങ്കിൽ അയാൾ കഴിച്ചാൽ അയാൾ പ്രവർത്തിക്കാൻ പണി നമുക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് ഇല്ലാതെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചോദിച്ചു. അതാണ് അപ്പൊ ഇല്ലാതെ എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. ശരി, ഇപ്പൊ ഇത്ര 14 ചന്ദ്രകലകത്തിന്റെ ഇല്ലാതെ പേരുണ്ട്. അങ്ങനെ വന്നാൽ ഏത് ഇല്ലാത്തതാണ് മാസം പറയുന്നത്? ഇല്ലാതെ വരെയാണ് ഇസ്ലാമിന്റെ മാസമായിരുന്നു. ഇനി കമ്മിറ്റി പറയുന്നത് യൂമൂർ മുതൽ യൂമൂർ വരെ എന്നുമാണ്. അതുകൊണ്ടാണ് സ്വീകാര്യമല്ലാതെ പറയുന്ന ആളുകൾ ഇലാഹ് മുതൽ ഇലാഹ് വരെ എന്ന് പറയുന്നത്. ഏത് ഇലാഹ് മുതൽ ഏത് ഇലാഹ് വരെ? ഈ ചോദ്യത്തിന് ഒരു ഉത്തരത്തിന്റെ ഉത്തരം എന്താ? ഇലാഹ് എന്ന് പറഞ്ഞാൽ യൂമൂർ കഴിഞ്ഞ് അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസം മകരം കാണുന്ന ചന്ദ്രക്കല മുതലാണ് മാസം ആരംഭിക്കേണ്ടത്. അതായത് വിശദമായിട്ടുള്ളവരിൽ നിന്ന് അതിന് തെളിവില്ല. അല്ലെങ്കിൽ കൂടാതെ എന്ത് അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസം മകരം കാണുന്ന ചന്ദ്രകലയുടെ അടിസ്ഥാനത്തിലാണ് മാസം തുടങ്ങേണ്ടത്. അതാണ് പറഞ്ഞത്. അപ്പൊ അമാവാസി ലഭ്യതയിലേക്ക് പദത്താണ്. അപ്പൊ എവിടത്തേക്കെത്തി? യൂകൂടാണ് മാസത്തിന്റെ അടിസ്ഥാനം. അഥവാ ഇലാഹ് എന്ന് പറയുന്നത് മാസത്തിന്റെ ആദ്യ ദിവസമാണെങ്കിൽ മാസത്തിന്റെ അവസാന ദിവസമാണ്. ഏതാവസാന ദിവസം? യൂകൂടാണ്. ഇതേ അവർ പറഞ്ഞുള്ളൂ. യൂകൂൾ സംഭവിക്കുന്ന ദിവസം മാസത്തിന്റെ അവസാന ദിവസമായി കണ്ടല്ല. എന്നാൽ യൂകൂൾ സംഭവിക്കുന്ന ദിവസം എന്ന് പറയാനായിട്ട് കാരണം ചന്ദ്രക്കലകൾ ഓരോ ദിവസവും നോക്കി വരുന്ന ആളുകൾക്ക് എന്ത് എളുപ്പമാണ്? ഒരു ദിവസം ചന്ദ്രക്കല കാണില്ല. ആ കാണാത്ത ദിവസം അവസാന ദിവസമാക്കി പിറ്റേ മുതൽ മാസം തുടങ്ങാനുള്ളത് ഏത് പാപം ചെയ്യാവുന്ന കാര്യമാണ്. എന്നാലോ ആദ്യ ദിവസത്തെ ചന്ദ്രക്കല അസ്തമിക്കുമ്പോൾ കാണുന്നത് വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് സമൂഹത്തിൽ ചർച്ചണ്ടായത്. ഇതിനെ കമ്പനി മണിപ്പാടും മറ്റുള്ളവർക്ക് രംഗത്ത് വരുന്നവർക്കാണ്. സമൂഹത്തിൽ ഇവിടെ പെരുന്നാൾ അവിടെ പെരുന്നാളില്ല. കോഴിക്കോടിന്റെ സമാധാനം വരുന്നു. വലിയ കാലത്തും ചെറിയ കാലത്തും വരെ ഒരു മനുഷ്യന്റെ വ്യത്യാസം പോലില്ല. ചെറിയ കാലം പെരുന്നാളാണ്. വലിയ കാലത്തും പെരുന്നാളല്ല. ഒന്ന് ഉറപ്പിക്കോ? മറ്റൂല കണ്ട സംഖ്യ കൃതി പെരുന്നാളിന്റെ പെരുന്നാളുണ്ട്. പക്ഷേ ആമനന്റെ കഥകളുണ്ട്. ആമനുണ്ടാവും, കഥയുണ്ട്. കഥയില്ല. കാരണം ആദ്യം തലക്കഴിക്കും, പിന്നെ തലക്കോട്ട് വെച്ചു. താഴെ പക്ഷേ കാണില്ല. താഴാദ്യങ്ങളിലേക്ക് കാണില്ല. പെരുന്നാളിലേക്ക് പെരുന്നാളിൽ പക്ഷെ പെരുന്നാളിലേക്ക് പെരുന്നാളിൽ എവിടെ? കോഴിക്കോട് എന്ന ജില്ലയിലെ കുറ്റിച്ചറ എന്ന പ്രദേശത്തിന്റെ ഒരു സ്ഥലത്തിൽ പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാളില്ല. അപ്പൊ അന്ന് പറഞ്ഞത് നമ്മൾക്ക് കേരളത്തിൽ മാത്രമേ ഈ വിഷയം അതിന്റെ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. ഈ ചന്ദ്രന്റെ കേരളം അല്ലേ? ചന്ദ്രനും കേരളവും തമ്മിൽ എന്ത് ബന്ധമാണ് സൗകര്യമാണ്? ചന്ദ്രനെ സംസ്ഥാന അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചിട്ട് പറയാൻ ആര് പറഞ്ഞു? ലഭിക്കുന്ന എന്താണ് തെളിവ്? അപ്പോൾ ഞങ്ങളെന്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പഞ്ചായത്തൊക്കെ വന്നതാണ്. കേരളത്തിൽ കുറെ പഞ്ചായത്തുണ്ട്. എന്താണ് പഞ്ചായത്ത് ആക്കാൻ വന്നവരൊക്കെ പിന്നെ അതുകൊണ്ട് സ്വന്തം കോട് വാങ്ങാം. അതേപോലെയാണ് ഈ വിഷയവും പഞ്ചായത്താക്കാൻ വന്ന ആൾക്കാരെന്താണ് പുതിയ അവസരങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു. കാരണം ചന്ദ്രകല കണ്ടാൽ ആരംഭിക്കുക എന്നാണ് മാനദണ്ഡം പറഞ്ഞു. ഇന്നവരാണ് ചന്ദ്രകല കണ്ടു, അയാൾ ഇതിൽ കാണുന്നതിന്റെ ഇനിയും പക്ഷെ പറയാൻ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം
ശാസ്ത്രം നേരത്തെ തന്നെ പറഞ്ഞിട്ട് സൂര്യന്റെ മുമ്പേ ചന്ദ്രൻ അസ്തമിച്ചു പോകും. നിങ്ങളങ്ങനെ കാണാം. അങ്ങനെ ശാസ്ത്രം അസ്തമിച്ചു പോകുമെന്ന് പറയുന്ന ദിവസം കണ്ടാൽ സ്വീകരിച്ചെന്നാണ് ആരാ പറഞ്ഞത്? അതാണ് പറഞ്ഞത് ശാസ്ത്രം സ്വീകരിക്കുന്ന. എന്നിട്ട് നിങ്ങൾ കേരളത്തിലെ ചന്ദ്രിക ദിനപത്രത്തിന്റെ എഴുതി അന്ന് നമ്മൾക്ക് എഴുതിക്കൊണ്ടിരുന്നു ശാസ്ത്രത്തിന്റെ ശത്രുക്കളാണ്, സത്യത്തിന്റെ കണ്ണടകൾ അല്ലെ, അമ്പടിക്കടയിലെ അമ്പ് എവിടെ വരച്ചത്. ഞാൻ പറഞ്ഞത് ഏറ്റവും പറയുന്നത് വീടുകൾ കണ്ട് ചന്ദ്രനാക്കിയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ കളവ് പറഞ്ഞുകൊണ്ട് ഒരു മാസം ആരംഭിക്കാമെന്നും യഥാർത്ഥ പ്രമാണങ്ങൾ കൊണ്ട് ഒരു മാസം ആരംഭിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഞാൻ അടുത്ത പഠനം വെച്ചു. ഈ 15 മിനിറ്റും 10 മിനിറ്റും തൊട്ടുള്ളപ്പോ ചന്ദ്രനെ കാണാൻ പറ്റിയോ? അതേപോലെ അത് കാണാൻ പറ്റും. അപ്പൊ കണ്ടെന്ന് പറയുന്നതോ അത് അതേപോലെ ഞങ്ങളുടെ ഒരു 3 സെക്കൻഡിൽ പറഞ്ഞിരുന്നത് ഇവിടെ ചന്ദ്രക്കലയുടെ ഉദയാസ്തമനത്തിന് സമയം കുറവാണെങ്കിലും മറ്റുള്ള ചക്രവാളത്തിൽ കൂടുതൽ സമയമുണ്ടല്ലോ. അപ്പൊ ഏതായാലും ചക്രവാളത്തിൽ ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ പുറത്തുനിന്ന് വന്ന് തെറ്റല്ല എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഉണ്ടല്ലോ. പിന്നെ ചില പുസ്തകങ്ങളോ പ്രത്യേകിച്ച് അങ്ങനെയെങ്കിലും സമാധാനിച്ചല്ലോ അല്ലെ. ഒത്തിരി കൊല്ലുന്നതിനെ നമ്മൾ പറയില്ല മെഡിസിൻ. അതേപോലെ അത് സമാധാനിച്ചല്ലോ. ഒന്നിന് ആറാമാണോ തെറ്റാണെന്ന് അർത്ഥവശം. അതേപോലെ 10 മിനിറ്റ് ചക്രവാളത്തിലുണ്ടെങ്കിൽ പിന്നെ കാണണ്ട. അപ്പോൾ അതിന്റെ അടിസ്ഥാനമായി ഇവിടെ പഠിപ്പിച്ചെന്ത മേഘം മൂടിയാതെ 30 പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുള്ളൂ. മേഘം ഉണ്ടെങ്കിൽ എന്തെയ്യണ്ട, പിന്നെ നോക്കണ്ട. ഏത് തെറ്റാണെന്ന് മുഹമ്മദിലേക്ക് ഏതാണ്ട് പറയും. ഇത് മേഘം മൂടിയ 30 പൂർത്തിയാക്കണം. ഒരു അഞ്ചിലോ പറഞ്ഞില്ല. ഗണ്ണന് വേറെ പറയുന്നത് അത് മനസ്സിലുള്ള നേരം കൊണ്ടുള്ള തരമാണ്. അത് വളരെ വ്യക്തമായി കാര്യങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കി എനിക്ക് പറഞ്ഞത് അതല്ല. എന്തെല്ലാമായിട്ട് പഠിപ്പിച്ചെന്താ ആ മാനം നമ്മൾ പഠിക്കാം. ഖുർആൻ പറഞ്ഞു എത്രയോടെ കാര്യം അതില്ല. മാസത്തിന്റെ മാസത്തെ അവർ നിന്നോട് അധീനത്തിനെ പറ്റി ചന്ദ്രകലകളെ പറ്റി ചോദിച്ചു. നീ പറഞ്ഞിട്ടുണ്ടെന്താ നീ പറയുക അത് എതിരുകളാണ്. ജനങ്ങൾക്ക് തീയതികൾ തീരുമാനിക്കാനും അധികമുള്ളതാണ്. ഇത് വളരെ വ്യക്തമായി പറഞ്ഞു. എന്നിട്ട് ഈ ഒരു മാനദണ്ഡ കുറിച്ചിട്ടാണ് ഈ 1000നെ പോലും തെറ്റായിട്ട് പരിപാടിച്ചിട്ടുണ്ട്. 1000ന്റെ പരിപാടിയില്ല. ഇരുത്തലകളെ കാര്യം അടില്ല പറഞ്ഞാൽ ചന്ദ്രൻ കലകളെ പറ്റി എന്നോട് ചോദിച്ചു. എന്നിട്ട് ഈ 1000 ഉത്തരവ് ചന്ദ്ര കലയെ പറ്റി അവർ എന്നോട് ചോദിക്കുന്നതാണ് ഈ പുസ്തകത്തിൽ. 1000 ചന്ദ്ര കലകളെ പറ്റി ചോദിക്കുന്നു. പരിപാടികൾ തന്നെ ചന്ദ്ര കലയെ പറ്റി ചോദിക്കുന്നു. ബഹുവചന ഏകവചനായ വിഷയം പോയി. ഈ വിഷയത്തിന്റെ മർമ്മം തന്നെ എന്താണ്? എനിക്കുള്ള ഒരിക്കൽ പോലും മാസനിർണയത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തുള്ള ചന്ദ്രനെ നിരീക്ഷിച്ച് അല്ലെങ്കിൽ കണ്ടുകൊണ്ട് കണ്ട് വിഷയത്തിൽ തീയതികൾ തുടങ്ങിയിട്ടില്ല. മറിച്ച് ലഭ്യമായ ചോദിച്ചത് എന്താണ്? ചന്ദ്ര കലകളെ പറ്റിയാണ് ചോദിച്ചത്, ഒരു കലയെ പറ്റിയല്ല. അപ്പൊ ചന്ദ്ര കലകളെ പറ്റി ചോദിച്ചാൽ എനിക്ക് പറഞ്ഞെന്താ അത് ഈ അറബിയിലുള്ള ആൾക്കാർക്ക് ഈ മരുഭൂമിയിലുള്ള ആൾക്കാർക്ക് തീയതികൾ തീരുമാനിക്കാനാണ്. എങ്കിലും നമുക്ക് പറയാൻ മൊത്തത്തിലുള്ള ആൾക്കാർക്കാണ്. ജീവിതത്തിൽ പഠിപ്പിച്ച ആയത്താണ് ഇതിലൂടെ ഓർപ്പെട്ട ആയത്തുണ്ടാ അത് ജനങ്ങൾക്ക് മൊത്തത്തിലുള്ളതാണ്. എല്ലാ ജനങ്ങൾക്കും തീയതികൾ തീരുമാനിക്കാനും എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് കൂടുന്ന ഹജ്ജിനുമുള്ളതാണെന്ന് അടുത്തുള്ളതായിരുന്നു പറഞ്ഞു. അപ്പൊ ഇതാണ് മാസത്തിന്റെ മാനദണ്ഡം. ഒന്നാമത്തെ മാനദണ്ഡം ചന്ദ്ര കലകളെ നിരീക്ഷിക്കുക. അപ്പൊ ചന്ദ്ര കലകളും നമ്മുടെ തീയതിയും ഒന്നാവണം. ചന്ദ്ര കലകളൊന്നും നമ്മുടെ തീയതി ഒന്നുമായി വ്യത്യാസപ്പെടാൻ പാടില്ല. ഒന്നാമത്. രണ്ടാമത്തെ ചന്ദ്ര കലകൾ കൂടാതെ കൂടാൻ പറഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനാസില ചന്ദ്രൻ അല്ലാഹു ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ നീങ്ങുന്ന സ്ഥലങ്ങൾ, അത് തങ്ങുന്ന സ്ഥലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചിട്ടുണ്ട്. എന്തിനാണ് അല്ലാഹു നിർണയിച്ചത്?
നിങ്ങളെ വയസ്സുകൾ കണക്കൂട്ടാൻ, വർഷങ്ങൾ കണക്കൂട്ടാൻ, അതുപോലെ തന്നെ മറ്റു കണക്കുകൾക്കൊക്കെ കാണാം. ഇപ്പൊ ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞത്, ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു എന്തിനെ പറ്റി? മനാസിലുകളെ പറ്റി. എന്താ മനാസില്? ഇന്ന് ചന്ദ്രനെ വെച്ച് അടുക്കാൻ നിൽക്കുന്നെങ്കിൽ നാളെ ചന്ദ്രൻ ആ സ്ഥലത്തല്ല. അങ്ങനെ ഓരോ ദിവസവും ചന്ദ്രനെ സഞ്ചരിക്കുന്ന ദൂരമുണ്ട്. ആ ദൂരം എത്ര ദൂരം സഞ്ചരിച്ചു, ആ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രന്റെ മുഖത്തിലുള്ള വ്യത്യാസം, ഇത് രണ്ടുമാണ് മാസമാറ്റത്തിന്റെ മാനദണ്ഡം. അപ്പൊ അദീലത്ത് എന്നും മനാസിൽ എന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് വിഷയമാണ് മാനദണ്ഡം. ഇനി ഇതിനെ കണക്കുകൂട്ടി മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റുമോ? ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. സൂറത്ത് റഹ്മാനിന്റെ 5-ാമത്തെ വചനം, ചന്ദ്രനും സൂര്യനും എന്താണ്? അത് കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ പറഞ്ഞത്. ഈ ആ കണക്ക് തെറ്റുമോ? അടുത്ത ചോദ്യം. അതിന് ഖുർആൻ മറുപടി പറഞ്ഞു. ലക്ഷം അനുസരിക്കൽ കവറ വളരെ സ്ഥാപിക്കുന്നവ. സൂറത്ത് യാസീന്റെ 39-ാമത്തെ. അവിടെ എന്താ പറഞ്ഞത്? ഒരിക്കലും തന്നെ സൂര്യനെ ചന്ദ്രനെ സ്ഥാപിക്കാനാവില്ല. പിന്നെ പകല് സൂര്യനെ രാത്രിയുടെ മുന്നിൽ നടക്കില്ല. ആദ്യം പകൽ തരാം. ഇതൊക്കെ അള്ളാഹു കൃത്യമായി നിങ്ങൾക്ക് വിശദീകരിക്കുന്നതാണ്. ഇതൊന്നും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങൾ നോക്കൂ നമ്മൾ ചെയ്യുന്ന അബദ്ധം. ഇപ്പൊ ഖുർആൻ ഈ കാര്യത്തിൽ ഖുർആനിൽ എവിടെയും തന്നെ ഹിലാൽ എന്ന പദമില്ല. പലരും കളവെടുത്തി കാര്യത്തിൽ ഹിലാലിനെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. വളരെ വ്യക്തമായി പറഞ്ഞു. ഹിലാൽ എന്ന വാക്കുകളുടെ ഖുർആൻ പറഞ്ഞ ഹിലാലിന്റെ ബഹുവചനമായ അഖിലത്താണ്. ഇനി ഇതൊക്കെ പറയുന്ന ആളുകൾ മനാസിലുകൾ എന്ന് പറഞ്ഞ ഖുർആൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളുടെ അതിനെപ്പറ്റി പറയുന്നത് എന്താണ് മനാസിൽ, എങ്ങനെയാണ് മനാസിൽ കണക്കൂട്ടുക? ഇത് അന്നത്തെ അറബികൾക്കും ഇന്നത്തെ അറബികൾക്കും അറിയാതെ കണക്കൂട്ടാൻ. അറബികളാണ് ലോകത്തെ പഠിപ്പിച്ചത്. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചന്ദ്രകലകളെ നിർണയിച്ചുകൊണ്ട് ഇനി നബി കാര്യത്തെ പഠിപ്പിച്ചെന്താ? ചന്ദ്രകലകളെ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ ഒരു ദിവസം എന്തില്ല ചന്ദ്രനെ കാണാൻ കഴിയും. കാരണം എന്താ? അതിനനുസരിച്ചുള്ള വിശ്വങ്ങളിൽ വിശദീകരിച്ചു. ചന്ദ്രകലകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രകലകളെ ഒന്ന് കാണാൻ കഴിയില്ല. എന്തുകൊണ്ട് കാണാൻ കഴിയുന്നത്? ചന്ദ്രന്റെ വെളിച്ചമുള്ള ഭാഗം സൂര്യന്റെ നേരെയായതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുന്നവരാണ് അതിനെ കാണാൻ കഴിയും. അപ്പോൾ അത് സംഭവിക്കുന്നു. ആ ദിവസത്തെ പറ്റി ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞ ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിന്റെ ദൃഷ്ടാന്തത്തെയും രാത്രിയുടെ ദൃഷ്ടാന്തത്തെയും വിശദീകരിച്ച് അല്ലാഹു പറഞ്ഞു. പകലിന്റെ ദൃഷ്ടാന്തത്താണ് സൂര്യനെ ഞാൻ നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ വർഷങ്ങളുടെ കണക്ക് നിശ്ചയിച്ചു. കാരണം ദിവസങ്ങളുടെ കണക്കൂട്ടിയാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർഷങ്ങളുടെ കണക്കൂട്ടുള്ളൂ. അതിന് സൂര്യൻ വേണം. ആ സൂര്യ വെളിച്ചം ചന്ദ്രനെ ശക്തിയിലാണ് നമുക്ക് നടക്കുന്നത്. ചന്ദ്രന്റെ പെരുത്തുകളിരിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു രാത്രിയുടെ ദൃഷ്ടാന്തമായിട്ടുള്ള ചന്ദ്രനെ അതിന്റെ പ്രകാശത്തിനാം പെടുത്തിക്കളയുന്നു. എന്ന് പറഞ്ഞു. അപ്പോ ആ രാത്രിയുടെ ദൃഷ്ടാന്തമായ ചന്ദ്രന്റെ പ്രകാശം പൂർണ്ണമായും നമുക്ക് കാണാൻ പറ്റാത്തൊരു സമയം വരും. ആ സമയത്തെ പറ്റി നിൽക്കുന്നതായി പറഞ്ഞതാണ് വളരെ വേഗം എന്ന് പരിപാടിയെടുക്കുന്നു. ഇതിനെ പറ്റുന്ന പറഞ്ഞ സുമൂലത്തിൽ അതില്ലത്ത അവാദിക്കുന്ന എന്ന് പറഞ്ഞ അള്ളാഹു അഖിലത്തുകളെ തീയതികൾക്ക് ജനങ്ങൾക്ക് തീയതികൾക്കായി ഏർപ്പെടുത്തി തന്നു. അതിനാൽ അതിന്റെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെന്ത് ചെയ്യാം? നോമ്പനുഷ്ഠിക്കും. ആ ചന്ദ്രന്റെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചന്ദ്രന് 29 കാഴ്ചകളുണ്ടെങ്കിൽ 29 പെയ്തതുണ്ടെങ്കിൽ നോമ്പ് 29 ആവും. അതിന് 30 പെയ്തതുണ്ടെങ്കിൽ അത് 30 ആവും. ചന്ദ്രന് 29 ഉണ്ടാവും, 30 ഉണ്ടാവുമ്പോൾ 29 അവസാനം അവസാനിപ്പിക്കാൻ പാടില്ല. ചന്ദ്രന് 29 ഉണ്ടെങ്കിൽ അത് 30 ആക്കാൻ പാടില്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം എന്ത് ചെയ്തതാണ്? ലോകം സൃഷ്ടിച്ച ആ ദിവസം തന്നെ
അള്ളാഹു കലണ്ടറിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന ഇന്നത്തെ ശുകൂരി ഇന്നല്ലാഹി ഇസ്ലാമിക ചന്ദ്രൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അള്ളാഹു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ ദിവസം കണ്ടിട്ടുണ്ട്. അവന്റെ അടുക്കലുള്ള ആ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന കിതാബിൽ വർഷങ്ങളുടെ കണക്കും വർഷത്തെ എത്ര മാസം ഉണ്ടാകുന്നതും അതിൽ 4 മാസം പവിത്രമാണെന്നതും പരിചയപ്പെടുത്തി അത് രേഖപ്പെടുത്തി വെച്ച് അത് നമുക്ക് പഠിപ്പിച്ചതെന്നുള്ള പറയാണ് നിങ്ങളെ ചെയ്യാൻ പാടില്ല, ഇതിനെ നിങ്ങൾ ഓവർത്തിരിക്കാൻ പാടില്ല. ഇത് ശരിയായ മതമാണ്, ഇതാണ് ശരിയായ രീതി, ഇതിനെ നിങ്ങൾ മാറ്റാൻ പാടില്ല. നമ്മൾ പറഞ്ഞല്ല, അത് നമ്മൾ തീരുമാനിച്ചോളാം. അള്ളാഹുവല്ല അതിനെ തീരുമാനിച്ച് കഴിയും. ഇനി പുതിയതായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആരും തീരുമാനിക്കുകയോ ഉറപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞു. 5 നാൾ വരെയുള്ള റമദാൻ അത് എത്ര ദിവസങ്ങളുള്ളതാണ്? ഓരോ വർഷത്തെയും റമദാൻ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞു. 5 നാൾ വരെയുള്ള ചൊവ്വാൽ അത് എത്ര ദിവസങ്ങൾ കൊണ്ടതാണ്? അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞു. അത് അറിയൽ മാത്രമാണ് നമ്മുടെ ബന്ധം. ആ തീരുമാനം ഒരിക്കലും തന്നെ ഉണ്ടാവില്ല വേഗം കൂടിയത് കൊണ്ട് മാറില്ല. നമ്മൾ പറഞ്ഞല്ല, വേഗം കൂടിയാൽ എന്ത് ചെയ്യാൻ 30 ആക്കാം. അപ്പൊ എന്തായി? യഥാർത്ഥത്തിൽ 23 അങ്ങനെ ചോദ്യം മുമ്പ് സംഭാഷിച്ചു. യഥാർത്ഥത്തിൽ മാത്രം 30 ഇല്ല, 29 ഉള്ളൂ. ഇപ്പൊ നമ്മളെന്ത് വേഗം കൂടി നടന്നുകൊണ്ട് 30 ആക്കി. പിന്നെ അടുത്ത മാസം ഇതേപോലെ വേഗം കൂടി, കേരളത്തിൽ വേഗം കൂടാനൊരു വിഷയമല്ലോ, വീണ്ടും വേഗം കൂടി 30 ആക്കി. പിന്നെ അടുത്ത മാസത്തിൽ 28 തന്നെ അസ്തമിക്കുന്ന ചന്ദ്രകലനെ കാണുമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? പറയാൻ നോക്കും, തടാകം നോക്കും. ഇതിനെ എടുത്തില്ല പോയി, ഇതിലൊക്കെ കൊണ്ടുള്ളൂ. ആ നോക്കും തടാകണ്ടാലേ വഴികൊണ്ടൂടെ വിജയത്തിന്റെ പറഞ്ഞത്. ഇതിനെല്ലാം 30 ആക്കി ഓരോ റമദാനെ ഒരു നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ വിശദകാലത്ത് പറഞ്ഞ ഒരു റമദാനെ നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ അത് അനാവശ്യമായി നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ അടുത്ത പോലെ മുഴുവൻ നോമ്പ് വെച്ചാലും ആ നോമ്പിന്റെ കൂടിട്ടോ. നോമ്പിന്റെ പ്രായത്തിനും ചെയ്യാനല്ലാതെ റമദാനിന്റെ നോമ്പിന്റെ കൂടി മറ്റു മാസങ്ങൾ അനുസരിച്ച് കിട്ടുമോ? അത് പവിത്രമായ ആ മാസത്തിൽ ചെയ്യണം. അപ്പൊ അത് തന്നെ ചെയ്യണം, അത് നമ്മൾ അറിയണം. അറിയാനുള്ള മാനദണ്ഡങ്ങൾ എഴുതി പഠിക്കണം. അത് തെറ്റായ രീതിയിൽ ചെയ്തു കൂട്ടിയാലും റമദാനിൽ നോമ്പ് നഷ്ടപ്പെടും. പിന്നെന്തോ പോയിട്ടു പിന്നെന്താ? അവസാനത്തിൽ എത്തിക്കാപ്പ് വരുമ്പോൾ എത്തിക്കാപ്പ് നേരത്തെ അവസാനിപ്പിക്കേണ്ടി വരും. ആ മാസത്തിലെ 10 ദിവസങ്ങളിൽ 7 ദിവസവും എഴുതിട്ടതാവാം. അപ്പോൾ ഒരു ദിവസം മുമ്പ് അവസാനിച്ചിട്ടുണ്ടോ? ആ വർഷത്തിൽ എഴുതിട്ടത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ സംഭവിക്കും, പിന്നെ ചൊവ്വാൽ റമദാനെ കൊണ്ടുപോയി ചൊവ്വാലാക്കിയത് ചൊവ്വാലിനെ കൊണ്ടുപോയി റമദാനാക്കി ഒരു നോമ്പ് പിടിച്ചാൽ ചെയ്യും. ചൊവ്വാലിനെ നോമ്പ് പിടിച്ചാൽ അത് ഹറാമാണ്. ചൊവ്വാലിന് ആ ഹറാം ചെയ്യുന്നത് ഇതുപോലെ ചെയ്യിച്ചതുപോലെ. അപ്പൊ ഇതാണ് വിജയത്തിന്റെ മർമ്മം. ഇത് വിട്ടിട്ട് 3-ാമത്തെ പ്രശ്നം അത് ഈ മേലിൽ പറയും. കാരണം 3 അന്ന് തന്നെ ചന്ദ്രകലയെ കണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കൊല്ലത്തെ സൗദി അറേബ്യയുടെ പെരുന്നാൾ. ഇക്കൊല്ലത്തെ സൗദി അറേബ്യയുടെ പെരുന്നാളെപ്പോഴാ? ന്യൂമൂണിന്റെ പ്രത്യേകതം. അഥവാ ഇതിനെ കമ്മിറ്റിക്ക് എന്നായിരുന്നോ പെരുന്നാൾ അതേ ദിവസം തന്നെ സൗദി അറേബ്യയിൽ പെരുന്നാൾ. ഇക്കാര്യം കൊടുക്കൊണ്ട് വെച്ചു സംവാദത്തിൽ മറുപടി ഉണ്ടായില്ല. കേട്ടുകൊണ്ടത് ചൊവ്വാലാണ് നിങ്ങളുടെ ഭാഷയിൽ വന്നു. എന്താ? അത്രയും ചന്ദ്രൻ ചക്രവാർത്തിണ്ടായാൽ മതി. അത്രയും ചക്രവാർത്തിയുണ്ടോ? ആ ചക്രവാർത്തിന്റെ ചന്ദ്രനെ കണ്ടുവെന്ന് കണ്ടിട്ടില്ല. കണ്ടുവെന്ന് പറഞ്ഞ് സൗദി അറേബ്യയിൽ എന്താകുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു 10-20 ആൾക്കാർ മാത്രമാണോ ഈ തെറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ സൗദി അറേബ്യ എങ്ങനെ പെരുന്നാളാകുന്നു? കഴിഞ്ഞ കൊല്ലത്തെ ഹജ്ജ് ഒന്നെന്നായിരുന്നു ന്യൂ മൂണിന്റെ സിസ്റ്റം. അതുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലത്തെ ഹജ്ജ് പിന്നെ നമ്മുടെ കണക്കിന് തെറ്റില്ല. ഇപ്പോൾ എന്തെങ്കിലും തെറ്റിച്ചു. അപ്പോ ഹജ്ജിന് പോലും ഈ അവസ്ഥ സംഭവിക്കുന്നു. അപ്പോഴേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു അബദ്ധം പറ്റുമോ? ലക്ഷമല്ല, കോടികൾക്ക് അബദ്ധം പറ്റില്ല. കോടികൾക്ക് പറ്റില്ല, ലക്ഷങ്ങൾക്ക്
ഇപ്പോഴും ഇതാണ് ഈ മാസം മാറണം, കണ്ടോളം ഈ മാറണം. ആദ്യം സൗദ്യങ്ങളിൽ പറഞ്ഞു ഞാനൊരു തിങ്കളുമാണ് ഓർമ്മ. ഓണം 8-ാം തീയതി സൗദ്യയിൽ പറഞ്ഞു തിങ്കളും മുമ്പയുമാണ്. അതാണ് പുതിയൊരു വണ്ടിയിട്ട് മാസത്തിന്റെ ആരംഭത്തിൽ തീരുമാനിക്കപ്പെടുന്ന വിഷയം. അത് നോക്കി ചാനലിട്ട് നോക്കും. സൗദിയുടെ ചാനൽ, സൗദി പ്രത്യേകിച്ചിട്ടുള്ള സൈറ്റിൽ നോക്കൂ, സൗദി ഗസറ്റിൽ പരിപാടി നോക്കൂ. ഇതിന്റെ വാക്യമാണ് അവരുടെ ചില്ലറ കാര്യം. സൗദി ഗസറ്റിലുള്ള പരിപാടി നോക്കാം. 8-ാം തീയതി വരെ ഒരു ശരി നിശ്ചയം 9-ന് 8-ാം തീയതി. എന്നിട്ട് അതിന് 6 സ്റ്റേഷന്റെയും മറ്റുള്ളവരുടെ 10 ടിപ്പണിയായി കേട്ടു. അത് അവിടെയുള്ള ആളുകൾ സ്വീകരിക്കാം. പക്ഷേ തെറ്റാതെയാൽ തെറ്റല്ലേ? ഞാൻ പണ്ഡിതന്മാരുടെ മുൻപ് പ്രസംഗിച്ച പ്രസംഗങ്ങൾ കാണാൻ പറ്റും. ഇതിൽ 5-ാം വർഷം എനിക്ക് ഹജ്ജ് നിർബന്ധമായെങ്കിലും ഇതിൽ 9-ാം വർഷം വരെ ഹജ്ജിന് പോയില്ല. ഇതിൽ 10-ാമത്തെ വർഷം എനിക്ക് ഹജ്ജിന് പോയി. എന്തുകൊണ്ടായിരുന്നു ഹജ്ജിൽ പങ്കെടുക്കാതിരുന്നത്? അത്രയും വർഷത്തെ ഹജ്ജിന് എത്തിയില്ലായിരുന്നു. അഥവാ ഒരു ഹജ്ജ് നടത്തേണ്ട ഹജ്ജ് മാസത്തെ താമസിച്ചാണ് നടത്തിയത്. എന്നിട്ട് വ്യക്തമായിട്ട് പങ്കെടുത്ത ഹജ്ജിനെ പറഞ്ഞു. ആ വിനാപ്രസംഗത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നത് ഇതാ ഇന്നാണ് ലോക സൃഷ്ടിച്ചതുപോലെ ആ ദിവസം കൃത്യമായി വന്നത്. അതിന്റെ അർത്ഥം ഇതിന്റെ മുമ്പുള്ളൊന്നും ചെയ്യില്ല. എന്നിട്ടാണ് ഇനി നിങ്ങൾ തെറ്റിക്കരുത്. ചോദിച്ചെത്തിക്കേരാ ദിവസം യൗമുനഹറാണ്. ഇതേതാ സ്ഥലം? ഇത് പലതവണ പലത്തിൽ അറിയുന്ന സ്ഥലം. ഇതേതാ മാസം? മാസം തീരുമാനിച്ചത്, തീയതികൾ തീരുമാനിച്ചത്, സ്ഥലം തീരുമാനിച്ചത്. കാരണം തീയതികൾ തീരുമാനിക്കുമ്പോൾ സ്ഥലം തീരുമാനിക്കണം, അല്ലാതെ തീയതികൾ തീരുമാനിച്ചു പറ്റും. അപ്പൊ സ്ഥലവും തീരുമാനിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഇത് തെറ്റിക്കാൻ പാടില്ല. ഇതിന് നിങ്ങൾ എത്രമാത്രം പവിത്രതയോ ഇതിന്റെ പവിത്രത പോലെ തന്നെയാണ് ഒരു മുസ്ലിമിന്റെ രക്തത്തിനും അഭിമാനത്തിനുള്ള പവിത്രത. അല്ലെ? വിഷയം ചെറിയ കാര്യം. ഇപ്പൊ വളരെ കൃത്യമായ വ്യക്തമാലത്തിലും പഠിപ്പിക്കുന്ന ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് മാസം തീരുമാനിക്കുന്നത്. ഈ ഖുർആൻ പറഞ്ഞു എത്രയുടെ കാര്യം ആക്കില്ല, ഖുർആനിൽ പ്രയോഗിച്ചിട്ടില്ല. പിന്നെ മനാസികൾ, ആ മനാസികളൊക്കെ ഈ മനാസികളും ഇതും കൂടി തീരുമാനിച്ചുകൊണ്ട് മാസം നിർണ്ണയിക്കലാണ് മാനദണ്ഡം. അങ്ങനെയാണ് നിസ്സലാലത്തിന്റെ കാലത്ത് തീരുമാനിച്ചത്. നേരെ ഒരിക്കലും റമദാൻ തുടങ്ങിയത് റമദാനിന്റെ ആദ്യത്തെ ദിവസത്തെ അസ്തമിക്കുന്ന ചന്ദ്രനെ കണ്ടിട്ടല്ല, മറിച്ച് റമദാനിന് വേണ്ടി കഅബയെ മനഃപ്പാഠം ചെയ്തുകൊണ്ട് വരാറുണ്ടായിരുന്നു എന്റെ ഹദീസുകൾ. എന്ത് ചെയ്യുന്നു? റമദാൻ കറക്റ്റായിട്ട് തുടങ്ങാൻ വേണ്ടി എഴുതിയിരുന്നു. ശഅബാനെ മനഃപ്പാഠം ചെയ്തതിന്റെ തീയതികളെ മനഃപ്പാഠം ചെയ്ത് അനേകമായി അവസാനിപ്പിച്ചുകൊണ്ട് റമദാൻ തുടങ്ങുന്നു. ശരിക്കും മനഃപ്പാഠം ചെയ്തുകൊണ്ട് അതിനെ സൂക്ഷിച്ചുകൊണ്ട് വരാൻ സാധിക്കാം. നമ്മുടെ കയ്യിൽ റമദാൻ തുടങ്ങാൻ വേണ്ടി റമദാനിന്റെ ആദ്യത്തെ ദിവസം അസ്തമിക്കുന്ന ചന്ദ്രനെ നോക്കുന്നു. അപ്പൊ അന്നൊന്നാണ് ഞങ്ങൾ കാണിച്ചത്. 29ഉം 30ഉം ദിവസങ്ങൾ നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്കേതാ 1-ാം തീയതി, ഏതാ നമ്മൾ 1-ാമത്തെ തലയായി പറയുന്നത്? അത് തന്നെയാണ് ഇന്നത്തെ മുസ്ലിം സമുദായം 1-ാമത്തെ കലാത്ത് പറയുന്നത്. അല്ലെ? ഞാൻ പറഞ്ഞല്ലോ, നോക്കുമ്പോൾ കഴിഞ്ഞ് പിറ്റേ ദിവസം മകരീബ് പ്രാർത്ഥന ചന്ദ്രകല. അത് ഏത് ദിവസം ചന്ദ്രകല? 1-ാമത്തെ ദിവസത്തെ ചന്ദ്രകല. ശരി എന്ന് പറയുന്നതാണ്. അത് 1-ാമത്തെ ദിവസം ചന്ദ്രകലാണ്. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ എത്രയായി? 2ആയി. അതെങ്ങനെയാവാം? അത് ഒന്നാണെങ്കിൽ അന്നൊരു നോക്കുണ്ടാവണം, അല്ലെങ്കിൽ ഒരു നോക്ക് നഷ്ടപ്പെട്ടു സംഭവിക്കും. ഇത് രണ്ടുമില്ലാത്ത വഴിയില്ല. കാരണം മകരീബ് സമയത്ത് കാണുന്നത് ചന്ദ്രകല. മകരീബ് എന്ന് പറഞ്ഞാൽ എന്താ മകരീബ്? അസ്തമയ സ്ഥലം. മജീകേന ഉദയസ്ഥലോ ഏതാ ആദ്യം? റബ്ബുൽ മശരീഖൈനി വ റബ്ബുൽ മഗ്രിബൈനി, റബ്ബുൽ മശരീഖി വൽ മഗ്രിബ്, റബ്ബുൽ മശാരിഖി
എല്ലാം മജിലിക്ക് പങ്കെടുക്കാം. അപ്പൊ മജിലിക്കിൽ നിന്നാണ് പറഞ്ഞത്. അപ്പൊ മജിലിക്കിലെ വിട്ടിട്ട് മകരിന്നാണ് പറഞ്ഞത്. ദിവസം തുടങ്ങുന്നതും ചെടികൾ തുടങ്ങുന്നതും ശരിയാവട്ടെ. ഇത് തെറ്റാണ്. ഒന്നാമത്തെ ദിവസത്തെ ചന്ദ്രക്കല ഒന്നാമത്തെ ദിവസം അസ്തമയ സമയത്തെ കാണൂ. ഈ കല കണ്ട് എഴുതുന്നതിനും ആരംഭിച്ചോ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ടു വരും. കാരണം എന്താ, എഴുതുന്നതിനും വളരെ നിസ്കാരം ഒഴിവാക്കി പോകണം. ഇത് കാണേണ്ടി അതുകൊണ്ടാണ് നമ്മൾ സമുദായത്തിൽ നിശ്ചയിക്കാത്തതാണ് അല്ലേ? പണ്ടിട്ട് വരുന്ന ആളുകളോട് കരിവെള്ളം പറഞ്ഞ ഉടനെ അധ്യാപകത്തിന് നാലുകളിൽ ഒരു വെള്ളം കാരണം ഒന്ന് ശരീരത്തിൽ ഓടിക്കേണ്ട ഒരാൾ ഗർഭത്തിരിക്കുമ്പോഴാണ് ആരെങ്കിലും നിർബന്ധിച്ചൊന്നും അയാളോട് പറയും. കാലത്ത് നാളെ നോമ്പോടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ രണ്ടാമത് വിടാൻ പറ്റുള്ളൂ. ഈ കൊണ്ടുന്ന മൂവിനെ അർത്ഥം വെച്ച് കൊടുക്കുന്ന കൈകാലാണ് ഈ സ്ഥാപനം എങ്ങനെ കുറിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മൾ കേരളക്കരയിൽ ഒരുപാട് സമാജങ്ങളാണ്. അപ്പോ ഇതിനുള്ള പരിഹാരത നമ്മൾ എന്ത് ചെയ്യണം? അവരെ നോക്കാൻ പോവുകയോ നോക്കാൻ വേണ്ടി ആവശ്യം ചെയ്താൽ അയാളുടെ പദവി വിസ്താരത്തിന്റെ അവസ്ഥ അയാൾക്ക് പദവി ജമാഅത്തിനുണ്ടോ? മാസം നോക്കാൻ പോകുന്ന ആളുകൾക്ക് പദവി ജമാഅത്തിൽ ഇടമുണ്ട് എന്നൊരു അധ്യായം പഠിച്ചിട്ടുണ്ടോ? ഇനി അങ്ങനെ എടുക്കുന്നതായിട്ടുള്ളത് നോക്കാൻ പോയി ചോദിച്ചു കഴിയുമ്പോൾ ഇത് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള പ്രശ്നത എനിക്ക് എങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് കാണുന്നതാണ് വേണ്ടത്. എവിടെയാണ് എനിക്ക് നോക്കാൻ പറഞ്ഞത്? അതിപ്പോ പണിയാണെന്ന് നോക്കാം. നോക്കുന്നത് എങ്ങോട്ടാണെന്ന് അടുത്ത ചോദ്യം. എവിടേക്ക് എപ്പോൾ നോക്കാൻ കൽപ്പിക്കുന്ന ചോദ്യം. അപ്പൊ പറഞ്ഞൊക്കെ എനിക്ക് കൽപ്പിക്കുമോ? അടുത്തില്ല, അങ്ങനെ എനിക്ക് ചെയ്യണ്ടേ? അല്ല ഒക്കെ എനിക്ക് ചെയ്യണമോ? വേണ്ട, എന്നാൽ എനിക്ക് അംഗീകരിക്കണ്ടേ? വേറെ ചെയ്ത് കണ്ടിട്ട് ഇങ്ങനെ മൂന്നിൽ ഏത് സുന്നത്തിന്റെ പിൻബലമാണ് ഈ വിഷയത്തിലുള്ളത്? ഒരു സമൂഹത്തിൽ നമ്മൾ ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്. മകനെ സംബന്ധിച്ചോളം ഇതിന് മൂന്നിൽ ഏതെങ്കിലും ഒരു സാഹചര്യം പറഞ്ഞേച്ചു. മകന് സമയമായി ഇല്ലാതെ കണ്ടം നോക്കിയിട്ട് പോകാം. ഇന്നലെ ജൂണായിരുന്നു അങ്ങനെയാണ് പറയുന്നത്. കാരണം ഇന്നലെ അമാവാസിയുടെ പിറ്റേന്നുള്ള ചന്ദ്രക്കലങ്ങളോ. അപ്പൊ ഇന്നലെ അമാവാസിയായിരുന്നു, അതുകൊണ്ട് ഇന്ന് മകനിൽ പോയി നോക്കണം എന്നാണ് എനിക്ക് പറഞ്ഞത്. ഇവിടെ തർക്കമില്ല. ആർത്തവ തർക്കം നമുക്കിപ്പോ എന്താ? 7 ദിവസം കഴിയാനെന്താ? പക്ഷേ ആ കാണാൻ നിങ്ങൾക്ക് തോന്നില്ലാത്ത ചോദ്യം. അങ്ങനെ ആണെങ്കിൽ പോലും നടക്കില്ലല്ലോ. അതാണ് ഇനിയുള്ള ചോദ്യം. 29 അന്ന് കണ്ടാൽ അത് ചെയ്യാൻ പറയും.